കാരുണ്യവാനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിച്ചുകൊണ്ട് പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും അകപ്പെട്ടിരിക്കുന്ന അവസ്ഥകളിൽ നിന്നും രക്ഷപ്പെടുന്നതിനും ആശ്വാസം ലഭിക്കുന്നതിനുമായിട്ട് സങ്കീർത്തനങ്ങൾ 91-14 വാക്യത്തിൽ ആശ്രയിക്കുവാൻ, അതൊന്ന് എഴുതുവാൻ നമുക്ക് സാധിക്കണം. വചനങ്ങൾ നമ്മെ ജീവിതത്തിൻ്റെ വലിയൊരു ആശ്വാസകരമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. സംഘർഷങ്ങളും ആശങ്കകളും ആകുലതകളുമായിട്ട് ജീവിതത്തിൽ പല പ്രതിസന്ധികളും നമുക്ക് വന്നുപെടാറുണ്ട്. സങ്കടങ്ങൾ പങ്കുവയ്ക്കുവാൻ ആരുമില്ലാത്ത അവസ്ഥകളിൽ ദൈവം നമ്മെ സഹായിക്കും, അതിൽ നിന്നും നമ്മെ വിടുവിക്കും, അത്ഭുതകരമായി രക്ഷയുടെ മാർഗത്തിൽ നമ്മെ വഴി നടത്തും. സങ്കീർത്തനങ്ങൾ 91-14 ദൈവം പറഞ്ഞിരിക്കുന്നത് പ്രകാരം ദൈവം നമ്മെ വിടുവിക്കാൻ ശക്തനാണ്. ഈ വചനം 25 തവണയെങ്കിലും എഴുതുമെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന അത്ഭുതങ്ങളെ സ്വീകരിക്കാൻ, മനസ്സിൽ കിട്ടുന്ന ആശ്വാസങ്ങളെ ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കുന്നതാണ്. സാമ്പത്തികമായിട്ട് പ്രതിസന്ധികളുമായിട്ട് മുൻപോട്ട് ജീവിക്കുന്ന മനുഷ്യരെ ദൈവം വിടുവിക്കുക തന്നെ ചെയ്യും. നമുക്ക് മുൻപിലുള്ള തടസ്സങ്ങളെ മാറ്റുവാൻ ദൈവമല്ലാതെ മറ്റൊരു മനുഷ്യനുമില്ല. ജോലിക്ക് കാത്തിരുന്ന നാളുകളായിട്ടും തടസ്സങ്ങളുമായിട്ട്, ഇപ്പോൾ കിട്ടുമെന്നുള്ള അവസ്ഥയിലായിരുന്നിട്ടും പല തടസ്സങ്ങളുമായിട്ട് ജോലി ലഭിക്കാതിരിക്കുന്ന അനേകം മനുഷ്യരുണ്ട്. പല പരീക്ഷകളിലും വിജയങ്ങൾ നമുക്ക് അടുത്തെത്തിയിട്ടും അതിലേക്ക് എത്തിപ്പെടാനാവാത്ത കുഞ്ഞുങ്ങളുണ്ട്. നിരാശയോടുകൂടി കഴിയുന്ന ഈ നാളുകളിൽ ദൈവം അത്ഭുതകരമായിട്ടും വഴി നമുക്ക് വേണ്ടി തുറക്കും. നമുക്ക് വേണ്ടി വഴി തുറക്കുന്ന ഒരു ദൈവത്തിൽ ആശ്രയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. സങ്കീർത്തനങ്ങൾ 91 അധ്യായം മുഴുവനും ദൈവത്തിൻ്റെ അത്ഭുതകരമായി നമ്മെ നടത്തുന്ന പരിപാലനത്തെക്കുറിച്ച് പറയുന്നു. സങ്കടങ്ങളുടെ മധ്യത്തിൽ, കുടുംബത്തിലുണ്ടാകുന്ന പ്രയാസങ്ങളുടെ മധ്യത്തിലൊക്കെയും ദൈവം നമ്മെ വിടുവിക്കുക തന്നെ ചെയ്യും. പ്രതിസന്ധികളിൽ അകപ്പെട്ടുകൊണ്ട് നിരാശയോടുകൂടി കഴിയാതെ അതിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് മുൻപോട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് ഈ വചനം സഹായിക്കും. മനുഷ്യരിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് ജീവിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നന്മകൾ വരിക തന്നെ ചെയ്യും. ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള പ്രതിസന്ധികളിൽ നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. സാമ്പത്തികത്തിൻ്റെ പേരിലും ബാങ്കുകളിൽ നിന്നുള്ള ലോണിൻ്റെ അടവുകൾ മുടങ്ങുന്നതുകൊണ്ടും ഓരോ രീതിയിലുമുള്ള പ്രശ്നങ്ങളിൽ, രോഗത്തിൻ്റെ പ്രതിസന്ധികളിലൂടെയും മനസ്സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥകളിലാണ് പല ദിവസങ്ങളിലും നമ്മളൊക്കെയും കഴിഞ്ഞുകൂടുന്നത്. സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ സമർപ്പിക്കുമെങ്കിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. ദൈവമല്ലാതെ മറ്റൊരു മനുഷ്യനെ നമ്മെ രക്ഷിക്കാനില്ല. നമ്മുടെ മനസ്സിന് സമാധാനം നൽകുന്നത് ദൈവം മാത്രമാണ്. ശാന്തമായൊരു ജീവിതം, സമാധാനത്തോടു കൂടിയുള്ളൊരു ജീവിതം, സങ്കടങ്ങളൊക്കെ ഒഴിഞ്ഞുകൊണ്ട് സന്തോഷത്തോടു കൂടി ജീവിക്കുവാനായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുക മാത്രമേ വഴിയുള്ളൂ. വചനമാണ് നമ്മെ നടത്തുന്നത്. വചനത്തിൻ്റെ വേദപുസ്തകത്തിലെ ഓരോ വാക്യങ്ങളും മനസ്സിൽ അത്രയധികം ദൃഢമായി ഉറപ്പിച്ചുകൊണ്ട് മുൻപോട്ട് ജീവിക്കുമെങ്കിൽ, അതിൽ ശക്തമായിട്ട് ആശ്രയിക്കുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ ദൈവം നമ്മുടെ പ്രതിസന്ധികളെ മാറ്റുന്നതാണ്, അനുഗ്രഹങ്ങളെ നൽകുന്നതാണ്. ഈ വചനങ്ങൾ വായിക്കണം, എഴുതണം. ഓരോ ദിവസവും വചനത്തിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിക്കുവാൻ നമ്മൾ തയ്യാറാവണം. ഇന്നത്തെ ദിവസത്തെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നൽകുമെങ്കിൽ ഇന്ന് ദൈവം നമ്മുടെ മനസ്സിൽ സമാധാനം നൽകും. അത് രാവിലെ എഴുന്നേറ്റ് ദൈവത്തോടു കൂടി ആയിരിക്കുവാൻ സാധിക്കുമെങ്കിൽ ദൈവം ഒരു ദിവസത്തെ മുൻപോട്ടുള്ള ജീവിതത്തിലെ ആവശ്യങ്ങളെയൊക്കെയും ഏറ്റെടുക്കും. എല്ലാ ആശങ്കകളും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. അവൻ്റെ പാദപീഠത്തിൽ നമ്മുടെ പ്രതിസന്ധികളെ സമർപ്പിക്കുക. എല്ലാം വഴികളിലുള്ള എല്ലാ തടസ്സങ്ങളെയും മാറ്റുന്ന ദൈവം നമ്മെ അതിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് ശാന്തമായി മുൻപോട്ടുള്ള ജീവിതത്തിന് വഴി തുറക്കുക തന്നെ ചെയ്യും. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ.